നമസ്കാരം. ബീഹാറിന്റെ ജനവിധി അറിയാൻ ഇനി ഏതാനും മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ. കൃത്യം 8 മണിക്കാണ് വോട്ടെണ്ണൽ തുടങ്ങുന്നത്. 243 സീറ്റുകളിൽ 122 എന്ന മാജിക് ഫിഗർ ഏത് മുന്നണിയാണ് സ്വന്തമാക്കുക എന്ന് അറിയുവാനുള്ള ആകാംക്ഷയാണ് രാജ്യം മുഴുവനും ഉള്ളത്. കഴിഞ്ഞ തവണത്തെ നേട്ടം NDA സഖ്യം ആവർത്തിക്കുമോ, അതോ RJDയും കോൺഗ്രസും ഇടതു പാർട്ടികളും ചേർന്നുള്ള മഹാസഖ്യം ഇത്തവണ ബീഹാറിൽ അധികാരത്തിൽ എത്തുമോ? കാലുമാറ്റ രാഷ്ട്രീയത്തിന്റെ വലിയ പരമ്പര തന്നെ ഉണ്ടായിട്ടുള്ള ബീഹാറിൽ ഇത്തവണയും നിതീഷ് കുമാർ മുഖ്യമന്ത്രിയാകുമോ എന്നുള്ള ചോദ്യമാണ്. കഴിഞ്ഞ 20 വർഷമായി, കുറച്ച് നാളുകൾ ഒഴികെ ബാക്കി മുഴുവനും 20 വർഷമായി ബീഹാർ ഭരിക്കുന്ന നിതീഷ് കുമാറിന് ഇത്തവണ BJPയുടെ തണലിൽ വീണ്ടും അധികാരത്തിൽ എത്തുവാൻ സാധിക്കുമോ, അധികാരം തുടരുവാൻ സാധിക്കുമോ എന്നുള്ള വലിയ ചോദ്യമാണ് അവശേഷിക്കുന്നത്. 243 സീറ്റുകളിലും 8 മണിക്ക് തന്നെ വോട്ടെണ്ണൽ തുടങ്ങും. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ വോട്ടെണ്ണൽ തുടങ്ങി മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ആദ്യ ട്രെൻഡുകൾ അറിയുവാൻ കഴിയും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇത്രയും സീറ്റുകളുണ്ട്, വലിയൊരു സംസ്ഥാനമാണ്. വോട്ടെണ്ണൽ തീരുന്നതിന് കുറേയേറെ സമയമെടുത്താലും ആദ്യ ട്രെൻഡുകൾ ആദ്യ മിനിറ്റുകളിൽ തന്നെ അറിയാൻ കഴിയും എന്നുള്ളതാണ്. എക്സിറ്റ് പോൾ ഫലങ്ങൾ എല്ലാം ഇത്തവണയും JDU BJP മുന്നണിക്ക് അനുകൂലമാണ്. അങ്ങനെ വീണ്ടും NDA സഖ്യം തന്നെ ബീഹാറിൽ അധികാരത്തിൽ തുടരും എന്ന പ്രവചനങ്ങൾക്കിടെയാണ് മഹാസഖ്യത്തിന്റെ നേരിയ പ്രതീക്ഷ ഇപ്പോഴും ഉള്ളത്. അധികാരം തിരിച്ചു പിടിക്കുവാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ ഇപ്പോഴും RJDക്കുണ്ട്, കോൺഗ്രസിനുണ്ട്. പക്ഷേ അവിടെ പ്രശ്നമായി നിൽക്കുന്നത് RJD ഏറ്റവും വലിയ ഒറ്റ പാർട്ടി ആയാൽ പോലും കോൺഗ്രസിന് അതിനൊത്ത് വളരുവാൻ സാധിക്കുമോ എന്നുള്ള വലിയ ചോദ്യമാണ്. എന്തായാലും ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കിട്ടുന്നതിന് മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത് BJP ക്യാമ്പിൽ ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട്. ഡൽഹി ബ്ലാസ്റ്റിന്റെ പശ്ചാത്തലത്തിൽ വലിയ ആഘോഷങ്ങൾക്ക് പോകേണ്ട എന്നാണ് BJP നേതൃത്വം താഴേക്കിടയിലുള്ള നേതാക്കൾക്കും അണികൾക്കും നൽകിയിരിക്കുന്ന നിർദ്ദേശം. വിജയം ഉറപ്പാണ് എന്ന് BJP പറയുമ്പോഴും ഇത്തരത്തിലുള്ള ആഘോഷങ്ങളിലേക്ക് പോകണ്ട, വലിയ ആഘോഷം വേണ്ട എന്നുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നു. അതേസമയം എക്സിറ്റ് പോളുകളിൽ വിശ്വാസം വേണ്ട, എക്സാറ്റ് പോളുകൾ മറ്റൊരു രീതിയിലായിരിക്കും എന്നുള്ള കാര്യമാണ് മഹാഗഡ്ബന്ധൻ, മഹാസഖ്യത്തിന്റെ നേതാക്കൾ പറയുന്നത്. തേജസ്വി യാദവ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു കഴിഞ്ഞു. എക്സിറ്റ് പോളുകളെ എല്ലാം വെല്ലുന്ന രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കുവാൻ മഹാസഖ്യത്തിന് കഴിയും എന്നുള്ളതാണ് തേജസ്വി യാദവിന്റെ ഏറ്റവും പുതിയ പ്രഖ്യാപനം. അതേസമയം BJP ക്യാമ്പും ആത്മവിശ്വാസത്തിലാണ്, JDU ക്യാമ്പും ആത്മവിശ്വാസത്തിലാണ്. ചിരാഗ് പാസ്വാനെ പോലെയുള്ള നേതാക്കളും ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു കഴിഞ്ഞു. ഭരണം ബീഹാറിൽ തുടരാൻ കഴിയുമെന്നാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ബീഹാറിലെ ഈ തെരഞ്ഞെടുപ്പ് ദേശീയ രാഷ്ട്രീയത്തിൽ പോലും അതിനിർണായകമാണ്. എങ്ങാനും തോൽവി സംഭവിച്ചു കഴിഞ്ഞാൽ JDU BJP ബന്ധത്തിൽ ഏത് രീതിയിലുള്ള തുടർച്ചയാണ് ഉണ്ടാകാൻ പോകുന്നത്, വിള്ളൽ വീഴുമോ തുടങ്ങിയ ചോദ്യങ്ങൾ അത് കേന്ദ്ര ഭരണത്തെ പോലും ബാധിക്കുന്ന രീതിയിലേക്കായി പോകുമോ എന്ന ചോദ്യം പോലും ഉണ്ട്. പക്ഷേ വാഗ്ദാനങ്ങളുടെ പെരുമഴയും സൗജന്യങ്ങളും ഒക്കെ നൽകിയ ഇത്തവണത്തെ നിതീഷ് കുമാർ ഭരണം, അതിലൂടെ ഭരണം തുടരാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഇപ്പോഴും JDU BJP ക്യാമ്പുകൾ പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നത്. ഇപ്പോൾ ടാലിയിൽ കാണുന്നത് പോലെ മഹാസഖ്യത്തിൽ RJD, കോൺഗ്രസ്, ഇടതു പാർട്ടികൾ CPI-ML, CPI, CPM, VIP എല്ലാം ഉണ്ട്. NDA, MGB, JSP, ജൻ സുരാജ് പാർട്ടി, ടാലിയിൽ കാണുന്ന JSP ജൻ സുരാജ് പാർട്ടിയാണ്. പ്രശാന്ത് കിഷോറിന്റെ നേതൃത്വത്തിലുള്ള ജൻ സുരാജ് പാർട്ടി ഇത്തവണ അവിടെ അക്കൗണ്ട് തുറക്കുവാനുള്ള ശ്രമത്തിലാണ്. NDA സഖ്യത്തിൽ BJP, JDU, LJP, HAM തുടങ്ങിയ പാർട്ടികളാണ് ഉള്ളത്. കഴിഞ്ഞ തവണ NDA സഖ്യത്തിലുണ്ടായിരുന്ന VIP വികാസ്ശീൽ ഇൻസാൻ പാർട്ടി ഇത്തവണ MGB സഖ്യത്തിലാണ് എന്ന പ്രത്യേകത മാത്രമേ ഉള്ളൂ. അതേസമയം അവിടെ ഒവൈസിയെ പോലെയുള്ളവരുടെ പാർട്ടികളും ഒക്കെ അങ്ങനെ മറ്റൊരു സഖ്യത്തിൽ, ഡെമോക്രാറ്റിക് അലയൻസ് എന്നുള്ള GDA എന്നുള്ള മറ്റൊരു സഖ്യത്തിൽ ചേർന്ന് മത്സരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ബീഹാറിന്റെ ജനമനസ്സ് എങ്ങോട്ടാണ് സഞ്ചരിക്കാൻ പോകുന്നത്, എക്സിറ്റ് പോളുകൾക്ക് അനുകൂലമായി തന്നെയാണോ എക്സാറ്റ് പോളുകളും വരുന്നത് എന്നറിയാൻ ആദ്യം പ്രധാന വാർത്തകൾ ഒന്ന് കണ്ടതിന് ശേഷം മടങ്ങിയെത്താം.